ഹലോ അസ്സാം വലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ലൊരു മുട്ട പൊരിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇന്ന് നല്ല ടേസ്റ്റുമാണ്. നല്ല ഫ്ലഫി ആയിട്ടിരിക്കുന്ന ഒരു അടിപൊളി മുട്ട പൊരിച്ചതാണ് കേട്ടോ. സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും മുട്ട പൊരിക്കുന്നത് സവാളയും പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ ഇതിൽ അധികമായിട്ട് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം തന്നെ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഇത്. അപ്പോൾ ഈ ഒരു മുട്ട പൊരിച്ചത് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഒരു മുട്ട പൊരിച്ചത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എത്ര എണ്ണം വേണ്ടത് വെച്ചെങ്കിൽ അതിനനുസരിച്ച് മുട്ടയുടെ അളവ് കൂട്ടും കുറക്കൊക്കെ ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിവിനനുസരിച്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചി ചെറുതായി മുറിച്ചതും എടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ കുറഞ്ഞ അളവിൽ മാത്രം മതി കേട്ടോ ഇഞ്ചിയൊക്കെ. പിന്നെ കുറച്ച് പാലും ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത്രയും ഐറ്റംസാണ് നമുക്ക് മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ സാധാരണ തയ്യാറാക്കുന്നതിനേക്കായി ഒരു വെറൈറ്റി ആയിട്ടാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് തേങ്ങയും കുറച്ച് പാലൊക്കെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തന്നെ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് മുറിച്ചതാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ, ഒരു പകുതിയോളം മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇനി നമുക്ക് തേങ്ങ ചിരവിയത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ ചേർത്ത് കൊടുക്കുന്നത് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, 1-2 ടേബിൾ സ്പൂൺ മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 2 പച്ചമുളക് റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഒരുപാട് ചേർത്ത് കൊടുക്കരുത്, വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. അപ്പോൾ ചെറിയൊരു തക്കാളിയാണ് കേട്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ചേർത്ത് കൊടുക്കുന്ന തക്കാളി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴുത്ത തക്കാളി വേണം. പിന്നെ അതുപോലെ തന്നെ അതിലത്തെ ആ ഒരു കുരുവൊക്കെ നീക്കിയിട്ട് വേണം കേട്ടോ നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ. പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂണോളം പാലാണ്. ഈ ഒരു പാല് ചേർത്തിട്ട് നമ്മളിത് തയ്യാറാക്കുമ്പോൾ നല്ല ഫ്ലഫി ആയിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് ഒരു ഫോർക്ക് സ്പൂണ് വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തേങ്ങയും മുട്ടയൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ മുട്ട പൊരിച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ തേങ്ങ ഒരുപാട് ചേർത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 1 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ചേരുവകളൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ മുട്ട പൊരിച്ചിട്ടുണ്ടെങ്കിൽ ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് വേണമെങ്കിലും ഇത് കഴിക്കാം. അതുപോലെ തന്നെ വൈകുന്നേരം ചൂട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം കൂടെയാണ്. അപ്പോൾ നമ്മൾ മുട്ട മിക്സ് ചെയ്തതിൻ്റെ ശേഷം നല്ലപോലെ ഒന്ന് പതഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം വരെ നമുക്ക് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ അത് ഇവിടെ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ അത്യാവശ്യം എരിവുള്ള പച്ചമുളകാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സ്പൈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ അതാ മുട്ടയൊക്കെ നല്ല രീതിയിലൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മുട്ട പൊരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഉപ്പൊന്നും കൂടെ നോക്കാം കേട്ടോ. ഉപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചില ആളുകൾക്ക് ഉപ്പ് ഒരുപാട് വേണ്ടി വരും. അപ്പോൾ അതിനനുസരിച്ച് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനിലാണ് ഞാനിവിടെ മുട്ട പൊരിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിയിൽ ചൂടാക്കി എടുക്കുക കേട്ടോ. എന്നിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ചൂടായി വന്നിട്ടുണ്ട്. അപ്പം ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ മുട്ടൻ്റെ ഒരു മിക്സൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് പാന് നല്ല രീതിയിൽ ചൂടാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് മുട്ട കരിഞ്ഞു പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഏകദേശം 1 മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് നമുക്ക് കുക്കായിട്ട് കിട്ടും. എന്നാലും 1 മിനിറ്റ് നേരം നമ്മൾ വെയിറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നല്ല രീതിയിൽ ഒരു സൈഡ് ആയി കിട്ടുള്ളൂ. ഇപ്പം നമ്മൾ അടച്ച് വെച്ചിട്ട് ഏകദേശം 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ ഇത്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിത് തിരിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ഒട്ടും പൊട്ടിപ്പോവാതെ നോക്കണം. ഒരു സൈഡ് നല്ല രീതിയിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിപ്പോവാതെ കറക്റ്റായിട്ട് ഇതുപോലെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ അതാ അടിവശം കണ്ട നല്ല രീതിയിൽ കുക്കായിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ തിരിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ടൊരു 30 സെക്കൻഡ് മാത്രം വെച്ചാൽ മതി. അപ്പോഴേക്കും ഇത് റെഡി ആയിട്ട് കിട്ടും. നമ്മളെപ്പോഴും ഒരേ രീതിയിൽ മുട്ടയൊക്കെ പൊരിച്ചെടുക്കാതെ ഇടയ്ക്ക് ഇതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അതായത് സിമ്പിളായിട്ട് നമ്മൾ തയ്യാറാക്കി എടുക്കൽ സവാളയും പച്ചമുളകൊക്കെ ചേർത്തിട്ടാണ്. അപ്പോൾ അതൊന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് തേങ്ങയും 1-2 ടേബിൾ സ്പൂണോളം പാലൊക്കെ ചേർത്ത് കൊടുത്തിട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും.
അപ്പോൾ അതാ ഞാനിവിടെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരുടെ വീട്ടിലും മുട്ടയൊക്കെ പൊരിക്കുന്നതാണ്. അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.